തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ സൂക്ഷ്മ പരിശോധന തുടങ്ങി. സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നതോടെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രമാകും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. റിനു ശ്രീധർ, വിപിൻ സി വിജയൻ, സമീർ സിംഹം എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം റിനുവിലേക്ക് പോകുന്നു. റിനുവും എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് അവസാന തീയതി കഴിയുമ്പോഴും പലയിടത്തും വിമതന്മാർ അവിടെ നിൽക്കുകയാണ്. അക്രോസ് LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ, അതിൽ കോൺഗ്രസിനകത്താണെന്ന് തോന്നുന്നു കുറച്ച് കൂടുതൽ പ്രശ്നം, UDF-നകത്താണെന്ന് കുറച്ച് കൂടുതൽ പ്രശ്നം ഈ വിമതശല്യം അടക്കമുള്ളവർ. അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും വിമതന്മാരുടെ പത്രിക പിൻവലിക്കാനുള്ള പെടാപ്പാടിലാകുമല്ലേ മുന്നണികൾ? റിനു, തീർച്ചയായും ഹാഷ്മി, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന സമയമൊക്കെ തന്നെ കഴിഞ്ഞു. എന്നിട്ടും വിമതന്മാർ പിന്നോട്ടില്ല എന്നുള്ളതാണ്. മുന്നണികളെല്ലാം തന്നെ വിമതന്മാരെ വീണ്ടും സംസാരിച്ച് അവരെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുന്നതിനുള്ള ഇടപെടലിലേക്ക് പോവുകയാണ്. 24 തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ടുന്ന അവസാന തീയതി. അന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കുവാനുള്ള ഇടപെടലാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരവും തെക്കൻ കേരളവും പരിശോധിച്ചാൽ സംസ്ഥാനം ഒട്ടാകെ അങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. UDF-നകത്താണ് ഏറ്റവും കൂടുതൽ റിബൽ സ്ഥാനാർത്ഥിമാർ ഉള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. LDF-ലും ഒട്ട് പിന്നിലില്ല, BJP-യും ഒപ്പത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും. ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന രാവിലെ 10 മണി മുതൽ ആരംഭിച്ചു. സൂക്ഷ്മ പരിശോധന ഇന്ന് തന്നെ പൂർത്തിയാക്കുമെന്നുള്ളതാണ്. പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തള്ളേണ്ട പട്ടികകൾ കൊള്ളുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അന്തിമമായിട്ട് ഉള്ള ഒരു പട്ടിക റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിൽ പ്രസിദ്ധീകരിക്കും. അതിനുശേഷം 24-ാം തീയതി ഈ പത്രിക പിൻവലിക്കുവാനുള്ള ഒരു സമയവും നൽകിയിട്ടുണ്ട്. നമുക്ക് അറിയാം, സംസ്ഥാനത്ത് ഇന്നലെ നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വിവരമനുസരിച്ച് 1,64,427, അത് അന്തിമമായിട്ടുള്ളൊരു കണക്കല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമാകും കുറച്ച് സമയത്തിനുള്ളിൽ. ഈ 1,64,427 നാമനിർദ്ദേശ പത്രികകളാണ് ലഭ്യമായിട്ടുള്ളത്. ഏകദേശം 1,08,580 സ്ഥാനാർത്ഥികളും സംസ്ഥാനത്ത് മാറ്റിവെക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായി സ്വതന്ത്രരായൊക്കെ തന്നെ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രിക ലഭിച്ചത് മലപ്പുറത്താണ്. ഏറ്റവും കുറവ് വയനാട്ടിലാണ് എന്നുള്ള കണക്കും നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.